അപ്പോൾ അങ്ങനെ ഞങ്ങൾ സി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സി ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. അത് കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വരും. ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇനി കുറച്ച് ദിവസം. പോവാം. പോയി വേഗം പറയാൻ പറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ സി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നേരത്തെ ഇതിനു മുമ്പത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പം ഇനി ചേച്ചിൻ്റെ അടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക്, അത് കഴിയുമ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക്. വീട്ടിലുണ്ടാവും സി ചേച്ചിയും പിള്ളേര്. മറ്റേ റോണിന് സ്കൂള് പൂട്ടി, എല്ലാവർക്കും വെക്കേഷൻ വന്നിട്ടുണ്ട്. വെക്കേഷന് അപ്പൊ എല്ലാവരും ഉണ്ടാവും. മുഖം എങ്ങനെയുണ്ട്? നിന്റെ മുഖം എങ്ങനെയുണ്ടെന്ന് നീ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വണ്ടി ഓടിക്കണ, ഞാൻ നിന്റെ മുഖം നോക്കാൻ പോയാ. അങ്ങനെയല്ല ചേട്ടാ, റീബൻ മുഖം നോക്കിയായിരുന്നു. സാധാരണ പെൺപിള്ളേരുടെ മുഖത്ത് നോക്കാറില്ല. പെൺപിള്ളേരുടെ മുഖത്ത് നോക്കണ്ട, എന്റെ മുഖത്ത് നോക്കിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. നല്ല വെയിലണ്ട, നല്ല ചൂട്. ക്യാമറ ചെരിഞ്ഞിരിക്കണ്ടോ എനിക്കൊരു സംശയമുണ്ട്. നമുക്കിനി അവിടെ ചെല്ലുമ്പോ ശരിയാക്കും. ചെരിവ് അനുഭവപ്പെടുന്ന പോലെ ഒരു ഫീൽ. ചേട്ടൻ വയറിങ്ങനെ വയറ് പിടിക്കുമ്പോ ഷോൾഡർ വന്നിട്ട് ആവശ്യമില്ല. അപ്പൊ ഇന്നും നമ്മള് പോകുന്നത് നമ്മുടെ സെന്റ് ജെയിംസിലേക്ക് ഉണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ കൊറേ പേര് ചോദിച്ചു എന്താ പറ്റിയെന്ന് നമ്മള് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായി. വേറെ വീഡിയോയിലും കൊറേ പേര് എന്നിട്ട് വേറെ വീഡിയോയിലും വന്ന് ചോദിച്ചായിരുന്നു എന്താ പറ്റിയെന്ന്. അപ്പൊ ചേച്ചി ഇന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് വീണതാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു. പ്ലാസ്റ്ററൊക്കെ വെട്ടി ഇപ്പൊ റെസ്റ്റിലാണ്. ഇന്നാണ് ഫൈനലായിട്ട് ഡോക്ടർ എന്താ പറയണെന്ന് അറിയാം. നടക്കണുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നടക്കാനാ പറഞ്ഞേക്കണേ. പൂർണ്ണമായി നോർമലായിട്ട് നടന്നു തുടങ്ങിയിട്ടില്ല. അതാണ് അത് അവിടെ വരെയാണ് സ്റ്റോറി. നമ്മുടെ സ്റ്റോറി ഫുൾ അപ്ഡേറ്റഡ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇപ്പൊ 2 വീഡിയോ പോകണ്ടല്ലേ? ഇപ്പൊ 2 വീഡിയോ പോകണ്ട്. ചില ദിവസം നമ്മൾ ഒരു വീഡിയോ ഇടണേ. അതുകൊണ്ട് എന്താണ് ഇത് കണക്ഷൻ വരണില്ല. പണ്ടത്തെ പോലെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. വീഡിയോ ഉണ്ടോ ഇപ്പൊ എവിടെയെങ്കിലും ചാനലൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോ ഇടാറില്ലേ എന്ന് ചോദിക്കാറ് എന്നോട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഡെയിലി 2 വീഡിയോ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് വരാണ്ട്. നിങ്ങൾ ഡെയിലി 2 വീഡിയോ കണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ രാവിലെയും വൈകുന്നേരം നമ്മുടെ വീഡിയോ ഉണ്ടാവും. യൂട്യൂബിലിട്ടോ, ഫേസ്ബുക്കില് ഓരോ വീഡിയോ ഉള്ളൂ. ഫേസ്ബുക്കിൽ ചില ദിവസം അങ്ങനെ പല തരത്തിലിരുന്നേ ഗ്രൂപ്പിലിട്ട പോയ സമയത്ത് 2 വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പൊ 2 വീഡിയോ ഇടണുണ്ടോ? ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടുന്നുള്ളൂ. ഫേസ്ബുക്കില് എന്നും ചിലപ്പോ ലോങ് വീഡിയോ കുറവായിരിക്കും, ചിലപ്പോ മാത്രമേ ലോങ് വീഡിയോ ഇടുള്ളൂ. മാക്സിമം റീൽസും ഷോർട്സ് ഒക്കെ ഇടാനാണ് ശ്രമിക്കുക ഫേസ്ബുക്കിൽ കേട്ടാ. അപ്പൊ ലോങ് വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിലേക്ക് വരണേ. കാണണമെന്നല്ല, വന്ന് കാണണം. കൊറേ പേര് വീഡിയോ മനസ്സിലാവണില്ല. കൊറേ പേർക്ക് ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, ചിലവർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. കൊറേ പേര് എന്താ വീഡിയോക്ക് ലെങ്ത് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. പല പല കാറ്റഗറി. എല്ലാവരും എല്ലാ വീഡിയോ കാണുന്നില്ല. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ മിക്സഡ് ആയിട്ട് കിടക്കാണ്. അപ്പൊ അതൊരു ഓർഡറിൽ എത്തണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങള് യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും ഫുള്ളായിട്ട്. യൂട്യൂബിൽ എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്കാ? 10:30 നമ്മൾ ഇടാറ്. അപ്പൊ രാവിലെ 10:30 യൂട്യൂബിലും വൈകുന്നേരം 8:30 ആ ഒരു സമയത്താണ് ഇടാറ് കേട്ടാ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് സ്റ്റോറി. അപ്പൊ നിങ്ങൾ ഈ 3 സ്ഥലത്ത് വരാണെങ്കിൽ കാണാൻ പറ്റും. അതെ, മാക്സിമം നിങ്ങൾ എല്ലായിടത്തേക്കും കൊണ്ടുവരണം. അതന്നെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ എല്ലാവരും വന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമന്റ് ഇടണം. അതന്നെ, നിങ്ങളാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ വിജയം. നിങ്ങൾ കുറെ കമന്റ് ഇടുമ്പോൾ ഞങ്ങളുടെ ചാനൽ കയറി പോകും. അതന്നെ, ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ ഇടാണ്ടായോടുകൂടി നമ്മുടെ ചാനലൊക്കെ ഫുള്ള് ഡൗൺ ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരേ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കുറെ പേര് മിസ്സായി പോയി നമ്മുടെ അടുത്തുനിന്ന്. കുറെ പേര് മറന്നുപോയി. അപ്പൊ നമ്മള് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ടൈം എടുക്കും. അപ്പൊ നിങ്ങൾ കാണുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്ത്. ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങള് എങ്ങനെയാ കാണുമ്പോ ഓടിക്കൊണ്ടിരിക്കണേന്ന്. അങ്ങനെ അപ്പൊ ഇനി ചേച്ചീനെ എടുത്തിട്ട് കാണാം. അപ്പൊ അങ്ങനെ ഞങ്ങള് പൊത്തിശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി കള്ളുഷാപ്പ്. പൊത്തിശ്ശേരി കള്ളുഷാപ്പ്. പൊത്തിശ്ശേരി കള്ളുഷാപ്പ് പണ്ടേ തുടങ്ങിയുള്ള ഷാപ്പാ.
വർഷങ്ങളായല്ലേ ചേട്ടന്റെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഷോപ്പ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കള്ളൊക്കെ കുടിക്കാൻ വേണ്ടി എപ്പോ പണ്ട് ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നു അത് അപ്പൂപ്പനല്ല എന്തോ ഞാൻ പോയിട്ടുണ്ട് അവിടെ. എനിക്കറിയാം അവിടുന്ന് കള്ളൊക്കെ മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മീൻസ് എന്തോ അപ്പുണ്ടാക്കാനോ അങ്ങനെ അടക്ക മേടിച്ച അങ്ങനെ പോയതാണ്. കള്ള് മേടിക്കാന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടാ. അല്ലാന്ന് അങ്ങനെ പോയേക്കുന്നതാണ്. പക്ഷെ അപ്പൊ അവിടുന്ന് കുടിക്കേ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടത്. കുഞ്ഞില്ലേ? ചെറുപ്പത്തില് ആരുടെയാണ് കൂടെ പോയതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളത് അരവീടെത്തി. ചേച്ചി ഓടി ഇറങ്ങി വരും. സിജി ഓടി ഇറങ്ങാൻ പറ്റുമോ? അവിടെ നിക്കുന്നുണ്ട്. ഒരു ഉറുമ്പാണ് ഇട്ടുകാലാണോ പച്ചയും മഞ്ഞയും കളറ്. അത് പ്രാണി. പക്ഷെ സ്കൂട്ടർ അവിടെ വെച്ചേക്കാണല്ലോ. അപ്പൊ എങ്ങനെ വണ്ടി കയറ്റാം? ഞാൻ മാറ്റാന്ന്. വേണ്ട ചേച്ചി ഇച്ചിരി നടക്കട്ടെ. അപ്പൊ സ്കൂട്ടർ ഓർത്തണ്ടാവില്ല. ഞാൻ മാറ്റണോ? മാറ്റണേ മാറ്റാം. വെൽക്കം വെൽക്കം. അയ്യോ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എവിടെ പിന്നെ കിടക്ക? ചെരുപ്പ് ഇടങ്ക്. ഞാന് വള്ളി ചെരുപ്പ് എടുത്ത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ഥിതി ചേച്ചി ആകതിയായിരിക്കുന്നു. നിങ്ങളുടെ ബാഗും സാധനമൊക്കെ വെച്ചാ? കൊച്ചിന്റെ ചെരുപ്പ് എടുത്തിട്ടോ? സ്റ്റീവന്റെ ചെരുപ്പുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റീവന്റെ ചെരുപ്പിന്റെ ഉള്ള ഓൾറെഡി ലേറ്റ് ആയിട്ട് വെള്ളം വന്നിട്ടല്ല കനാലില്. പക്ഷെ പുല്ല് പിടിച്ച കാണാം. ഇവിടെ മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ. ഇത്ര സ്ഥലം മാത്രം നിങ്ങളുടെ വീടിന്റെ അവിടെ മാത്രം. അപ്പൊ ഞങ്ങള് നേരെ ഹോസ്പിറ്റലിലേക്ക്. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ. മൊത്തം നീ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് പോളെ. അനങ്ങിയ ക്യാമറ അറിയൂ. അനങ്ങിയ ക്യാമറ അറിയൂ. അപ്പൊ എന്തായാലും പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ ഹോസ്പിറ്റലിൽ എത്താൻ പോണ്. എത്തി ഇപ്പൊ എത്തും. അതെ അപ്പൊ ഞങ്ങളുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചെറുതായിട്ട് കാണണേ ഹോസ്പിറ്റലല്ലേ? ഈ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതന്നെ ഈ ബിൽഡിംഗ് ആയിരുന്നു. ഈ സൈഡിലായിട്ടാ ഇവിടെ ആയിട്ട്. ഇവിടെ അല്ല, ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോ അതായത് ഈ അറ്റത്ത് മുകളിലായിട്ട് ഈ സൈഡ്. ഇത് പഴയതാ. പെയിന്റ് അടിക്കാൻ എന്തൊക്കെ ഇങ്ങനെ വ്യത്യാസങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഉള്ളിലൊക്കെ കുറെ വ്യത്യാസം വരുന്നുണ്ട്. നനക്കൊക്കെ പിടിക്കേ ക്യൂ ആണല്ലോ. നിന്നപ്പുറത്തല്ല നിർത്തണ്ടേ? ആരെങ്കിലും ഇങ്ങനെ പേഷ്യൻസ് ഇറങ്ങാനുണ്ടാവുമായിരിക്കും. ഇവിടെ ഇറക്കൂലല്ലേ? നിങ്ങട് വന്നപ്പോ കണ്ടില്ല അവിടെ ചോദിച്ചാണ് അത്യാഹിതം എന്ന് പറഞ്ഞ മുന്നിൽ തന്നെ. പോട്ടെ. ഓക്കെ. പാർക്കിംഗ് ഫുള്ളുണ്ടോ? കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ ഒരു സ്പേസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ എന്തോരം
ഇവിടെ എനിക്ക് വണ്ടി ഇടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞോ. ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറിപ്പോയി. ദേ ഇവിടെ ഇടായിരുന്നു. ഇവിടെ എൻ്റെ വണ്ടി കയറില്ല. അപ്പൊ അങ്ങനെ ചേച്ചിനെ അതേ ഡോക്ടറൊക്കെ കാണിച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോവാൻ പോവാണ്. ഓക്കെയാണ് കാലൊക്കെ. ഇനി എന്തിട്ടാണ്, ഇനി പയ്യെ പയ്യെ നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബലമൊന്നും കൊടുക്കരുത്, ചെറുതായിട്ട് കാല് വെച്ച് നടന്നു തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ നടക്കാറായി. അപ്പോൾ ഓൾറെഡി ഒരു വീൽ ചെയറുമേ അവിടെ കൊണ്ട് ഈ വണ്ടി കയറ്റാനായിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്റേ മേടിച്ചിട്ടുണ്ടായില്ല, അപ്പം അത് മേടിക്കാൻ പോയേക്കായിരുന്നു. ഇതിനല്ല വഴി. നല്ല ചൂടുണ്ടോ? ഇത്ര നേരം വണ്ടിയോടെ കിടന്നപ്പോഴേക്കും എന്നിട്ടാണ്ട് വെന്തോടെ ഇതായി. എന്റെ ഫോൺ പിടിച്ചോട്ടാ. അവരപ്പുറത്തെ കൂടെ കയറിക്കോളൂ, നീ കയറ്. പിടിക്കണോ? ഇരിക്കടി, ഇരുന്നിട്ട് കയറി. വണ്ടി അവിടെ ദൂരെ കൊണ്ടിട്ടുണ്ടായേ. ബ്ലോക്കില് വിട്ടാവോ? ഞാനേ പോയിക്കോട്ടെ. ഞാൻ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ നോക്കാറുണ്ട്. ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രീ പാർക്കിംഗ് ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ ഇവിടെ ഫ്രീ ഒന്നുമില്ല. അല്ല, അപ്പൊ ഇന്നിപ്പോ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു. പിന്നെ ഫ്രീ ആരോട്? അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അവിടുന്ന് ചേച്ചിനെ ഇറക്കി വിട്ട സ്ഥലല്ലേ, അത് കഴിഞ്ഞ് മുന്നിലേക്ക് പോയിട്ട് റോഡിന്റെ അങ്ങോട്ട് ഇറങ്ങി അവിടെ ദൂരെ എവിടെയാണ് വേറെ പാർക്കിംഗ് ഉണ്ട്, 150 മീറ്റർ അപ്പുറത്ത്. അല്ല, അവിടെ കൊണ്ടുവിടണമെങ്കിൽ ഫ്രീ ആണ്. അപ്പൊ ഞങ്ങള് മിൽക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവാണ്ട. ചേച്ചിയുടെ വലിയൊരു ആഗ്രഹം. ഞാൻ നിങ്ങള് പറഞ്ഞത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. സ്റ്റീവനും ഗ്രേസിനെയും വീട്ടില് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്താടാ ആരത്? അപ്പൊ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. നിൽക്കുന്ന ഗ്രേസ് തുറക്കും. അന്ന് കയറുന്നത് ഓർമ്മയുണ്ടാ? സ്റ്റീവിന് ഇവരെ കണ്ട സന്തോഷത്തിലാ. അമ്മമ്മോട് പറ സിജി ആന്റി വന്നിട്ടുണ്ടെന്ന്. വണ്ടിയിലുള്ള ക്യാമറ എടുത്തില്ല. വരൂ വാ വാ കേറൂ. എക്സ്ക്യൂസ് മീ. സ്റ്റീവൻ എല്ലാരും വെൽക്കം ചെയ്യണം.
എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ഒരു വലിയ വേദന കൂടെ കടന്നു പോയ കാരണം ഇതൊക്കെ ഇതൊക്കെ എന്ത് സാരം. അങ്ങനെ ദൈവമേ പിള്ളേരെ നോക്കി ഗ്രേസിന്റെ ഷടിയിട്ടിട്ട് നടക്കണേ. കുഴപ്പമില്ല അല്ലേ? അമ്മയുടെ പുന്നാരമോള് വരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇനി പതുക്കനെ ഇതേപോലെയൊക്കെ നടന്നു തുടങ്ങാന്ന് പറഞ്ഞു. ആ മുഴുക്കനുണ്ടായിട്ടില്ല എല്ലാം പൊട്ടിയേക്കണേ. അത് വലുതാ ഇത് പൊടിക്കണ്ടേ? വടി എനിക്കല്ലെങ്കിൽ അമ്മയ്ക്ക് എടുക്കാലോന്ന് വെച്ചിട്ടാണ്. എന്തായാലും ഒരു വടി ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ഇത്തിരി ലേറ്റ് ആയിട്ടായാലും നമ്മളിത് ചോറിനാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും ചോറുണ്ട് തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഒഴിച്ച് നീ ഒഴിച്ച് പോരാ എനിക്ക് കേട്ടോ. നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ? അപ്പം എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ.